മഹാന്മാരെ കയറ്റിയിരുത്തണം. അപ്പൊ മോനെ ആദ്യം നീ ഒരു വണ്ടി എടുത്താൽ ആദ്യം ആരെ കയറ്റണം? കാവ്യമാധവനല്ല. അതത്ര മുബാറക്കായ സ്ഥലമൊന്നും അല്ല. ആദ്യം ഒരു വണ്ടി എടുത്താൽ കൊടുത്തിട്ട് വാക്യം ഓദിക്കണം. അവനെ കൊണ്ടൊരു പുണ്യം. ഖുർആനാണ്ട കുട്ടിയെ പറഞ്ഞു തരുന്നത്. ഖുർആൻ അഹമ്മദ് കബീറിന്റെ വകയല്ല. ആദ്യം വാഹനം എടുത്താൽ പള്ളിയിലെ കാവിയാല് അല്ലെങ്കിൽ ഒരു നല്ല മുഅദ്ദിൻ കൊണ്ടുപോയി താക്കോല് കൊടുത്തു, ഉസ്താദ് ഒന്ന് കേറി നമുക്ക് നേരെ മുമ്പുറത്തൊന്ന് പോവാം. അത് ഖുർആന്റേതാണ്. ഇതെന്ന് നീ കളഞ്ഞു അങ്ങ് നിനക്ക് ബർക്കത്ത് ഇഷ്ടപ്പെട്ടു. നിന്റെ കട ഉദ്ഘാടനം ചെയ്യാൻ നീ ആരെ കൊണ്ടുവന്നു? ആരെ കൊണ്ടുവന്നു? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട മോനെ, അള്ളാഹു നിനക്ക് പണം നിന്ന് ഗൾഫിൽ കിടന്ന് പണമുണ്ടാക്കി. ആ പണം കൊണ്ടുവന്ന അവസാനം നാട്ടിൽ കൊണ്ടുവന്നൊരു സ്ഥാപനമുണ്ടാക്കി. പടച്ചിറപ്പ് തന്ന ഖജനാവല്ലയോ, അവൻ തന്ന അനുഗ്രഹമല്ലയോ. നീ ഒരു സ്ഥാപനം തുടങ്ങാൻ പോവുകയാണ്. ആ സമയത്തൊരു കാവിയാറ് വിളിച്ചിട്ട് ഒരഹില് വൈദ്യന് വിളിച്ചിട്ട് നീ ഉദ്ഘാടനം ചെയ്തില്ല. നീ ആരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്തു? ഒരു ദിവസം 10 കൂടെ കിടന്നുറങ്ങുന്ന അരക്ക് കീപ്പോട്ട് തുണിയില്ലാത്ത സിനിമാ താരത്തെ കൊണ്ടുവന്ന് കട ഉദ്ഘാടനം ചെയ്യുന്നവരെ എന്നെ ആര് കല്ലെറിഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. ഇന്ന് നമ്മുടെ നാട്ടിലെ മുസ്ലിം കച്ചവടക്കാർക്കുണ്ടായ ഏറ്റവും വലിയ അപയമേട അവര് പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് കട ഉദ്ഘാടനം ചെയ്തു. മോനെ 6 കോടി കൊടുത്തിട്ടാണ് ഇമ്മാനുവൽ സിസ് കൊണ്ടുവന്ന് ഷാറൂഖ് ഖാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 6 മാസം തികയുന്നതിന് മുമ്പ് പൂട്ടിക്കെട്ടി. 6 മാസം തന്നെ പൂട്ടിക്കെട്ടി. എടാ എന്താ കരുതിയത്? അള്ളാഹു നിങ്ങളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ആരെങ്കിലും ചെയ്തു പോയാൽ അവിടെ നിന്ന് പിന്നീട് ഇവിടെ വെച്ച് തൗബ ചെയ്യണം. ആരെന്നോട് പിണങ്ങിയാൽ എനിക്ക് പ്രശ്നമില്ല. കച്ചവടക്കാർ പിണങ്ങിയാലും എനിക്ക് നിങ്ങളെ കഞ്ഞിവിട്ട് വേണ്ടതാനും ഞാനത് നോക്കിയിട്ടല്ല ജീവിക്കുന്നത്. ഇത് പടച്ചറപ്പിന്റെ കാര്യമാണ്, എനിക്ക് പറഞ്ഞേ മതിയാവൂ. അതിലെനിക്ക് സ്നേഹബന്ധം തടസ്സമല്ല. സ്നേഹബന്ധമുണ്ടെങ്കിൽ നിങ്ങളോട് ഏറ്റവും സ്നേഹമുള്ള നിങ്ങൾ നരകത്തിൽ പോകരുത് എന്നൊത്തിട്ടാണ് ഞാനിത് പറയുന്നത്. ഒരു പാണക്കാട് ഒരു തങ്ങളും ഒന്ന് മുറിച്ചാൽ മോനെ അവസാനം വരെ ദുആയിൽ നിന്റെ സ്ഥാപനം ഉണ്ടാവും. ഞാൻ ഇന്നലെ ഉദ്ഘാടനം ചെയ്ത ഒരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ട്. അല്ലാഹുവേ നീ അതിൽ ബറക്കത്ത് നൽകണേ തമ്പുരാൻ. നിങ്ങളെ കട കണ്ടിട്ടില്ല, പക്ഷേ ആമീനുണ്ട്. ഞാനിവിടെ ഉദ്ഘാടനം ചെയ്ത ഒരു തുണി ഷോപ്പ് ഉണ്ട്, ഒരു ടെക്സ്റ്റൈൽസ്. എന്താണ് എന്റെ പേര്? അള്ളാഹു ഒരു ബറക്കത്ത് നൽകട്ടെ. 1 വർഷം കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. 2 വർഷം അള്ളാഹു ഒരു ബറക്കത്ത് ചെയ്യട്ടെ. ആ ഗുണം ഈ സദസ്സിലേക്ക് കിട്ടും. കാവ്യമാധവൻ അള്ളാഹുവിനെ ഇതിനകത്ത് ബറക്കത്ത് ചെയ്യട്ടെ നാമി പറയില്ല. കാവ്യമാധവൻ ദുആ ചെയ്യത്തുമില്ല, ദിലീപ് മാമി പറയത്തുമില്ല. മോനെ കാവ്യമാധവൻ വന്നിട്ട് ഒരു റിബൺ മുറിക്കണേന് എത്രയാ? 5 ലക്ഷം. പിന്നെ കെബീർ വാക്കോയ്ക്ക് വാ പറയുമ്പോ 50,000 കൊടുത്ത് എത്ര കുട്ടികൾ? എന്താ ഞാനിത് നിരാകരിക്കാൻ പോലും. കരള് വെള്ളമായിട്ട് നിങ്ങൾ മുയിലിയാർക്ക് മാത്രം ഒന്നും കൊടുക്കാം. മുയിലിയാരുടെ ശമ്പളം ക്ലോസറ്റിലെ വെള്ളം മാതിരിയല്ല. എസീബ് വരായിരിക്കും. പള്ളിയിലെ ഖത്തീബിനൊന്നും കൊടുത്തുകൂടാ, വേറെ ആർക്കൊന്നും കൊടുക്കാം. പള്ളിയിലെ കക്കൂസ് കഴുകാൻ പഠിക്കുന്നവനും ഒരു ദിവസം 150 രൂപ ശമ്പളമാണ്. മുയിലിയാർക്ക് 100 ശമ്പളം. ഖത്തീബിന് കക്കൂസ് മൂത്രപ്പുര കഴുകുന്നവന് 150 കൊടുക്കാം. ഖത്തീബിന് അണ്ണാക്കിലോട്ട് തിന്നാലേ വരെ അറിയുള്ളൂ. 8 കുട്ടികളുണ്ട്, 4 കുട്ടികളുണ്ട്, 3 കുട്ടികളുണ്ട്. ഇവർക്ക് കൊണ്ടുപോയി 8 മക്കളെ വിളിച്ചെടുത്തിയത് ഉമർ മുസ്ലിയാര് 33 സുബ്ഹാനല്ലാഹ് ഓതിയിട്ട് മക്കളെ വാ തുറന്നു. നിറയൂല. ഫാത്തിമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ർ പറഞ്ഞു കൊടുത്തപ്പോ പറഞ്ഞു, നബിയെ വാപ്പ പണ്ട് പട്ടിണിയാന്ന് പറഞ്ഞപ്പോ ദിക്ർ പറഞ്ഞു തന്നു. ദിക്ർ മലക്കൾക്ക് വിശപ്പ് മാറുള്ളൂ. ദിക്ർ പറഞ്ഞാൽ മനുഷ്യന് വിശപ്പ് മാറൂല. മനുഷ്യന് വിശപ്പ് മാറണമെങ്കിൽ തിന്നണം. അള്ളാഹു നല്ല ബോധം തരട്ടെ. 50,000 തന്നെങ്കിൽ ഒരു കുഴപ്പമില്ലടാ. പിന്നെ 9 ലക്ഷം ബാക്കി. ഒരു ദിവസം 10 ലക്ഷം ബക്കറ്റ് വരും. ഇന്നലെ ചേറാരിയിൽ ബക്കറ്റ് വരും മാത്രം 19 ലക്ഷം രൂപയാണ്. 50,000 തന്നാണ്ട് കുഴപ്പം. കരട് വെള്ളമായിട്ട് ഒരു വാക്ക് പറഞ്ഞ മുസ്ലിം 40 വയസ്സിനപ്പുറത്തേക്ക് പോയിട്ടില്ല. ഞാൻ ശനിയാഴ്ച ഇറങ്ങിയതാണ്. നാളെ രാവിലെ വാത് കഴിഞ്ഞോ, നാളെ വാത് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോകും. വ്യാഴാഴ്ച രാവിലെ എന്റെ 3 മക്കൾ പോയി നിൽക്കുമ്പോൾ മക്കളുടെ വായിലോട്ട് ഊതിയാലേ വേറെ അറിയില്ല. ആ പരിപാടിയൊന്നും ഞാനിത് നേരത്തെ തന്നെ പറയും, വേണ്ട ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്കറിയണ ഒരു കഥ.
മലപ്പുറം ജില്ലയിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വാതു പറഞ്ഞു. വല്ലാഹി ഞങ്ങൾ വെച്ച് പറയാ, 2.5 മണിക്കൂർ വാതു പറഞ്ഞു. 22 ലക്ഷം രൂപ പിരിച്ചു കൊടുത്തു. തിരിച്ചറിയുന്നപ്പോ എനിക്ക് 5000 രൂപ തന്നു. ഡീസൽ മേടിച്ച് അനസരം ഡ്രൈവർ ശമ്പളം കൊടുത്തു. പിന്നെ 1000 രൂപ എന്റെ പോക്കറ്റിൽ കിട്ടുള്ളൂ. കഴിഞ്ഞ മാസത്തെ കഥയാണ്. ഇനി ബാക്കിയൊന്നും പറയണ്ട. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ മോനെ കാവ്യമാകുന്ന ഒരു റിബൺ മുറിച്ചാല് അവള് ചെയ്ത ജോലി എത്ര? ഒരു റിബൺ മുറിച്ചു 5 ലക്ഷം. നിന്റെ പ്രധാനപ്പെട്ട സാധനം കൊടുത്ത് ഒസാക്ക് ചെയ്ത 50 രൂപ തിരിച്ചു കൊടുത്തിട്ട് രണ്ടുപേരും ചെയ്ത ജോലി ഒരു കാവ്യമാധവൻ റിബൺ മുറിച്ചു നൈസ്. എന്റെ പ്രധാനപ്പെട്ട സാധനം മുറിക്കല് നൈസ. അത്രയും കഷ്ടപ്പെട്ട ജോലി ചെയ്ത ഒരാൾക്ക് ഒസാക്ക് 500 രൂപ തിരിച്ച് കൊടുക്കാൻ വയ്യ. നമ്മൾ മഹാ നന്ദി കെട്ടവരെ മനുഷ്യർ. അള്ളാഹു നല്ല ബോധം നൽകട്ടെ. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം? കുറെ പാഠം, വെറും കഥ മാത്രം പറയലല്ല. അതുകൊണ്ട് നീ തുടർന്നായിട്ടൊരു സ്വന്തമായിട്ടൊരു വീട് വെച്ച് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുമ്പോ മഹാനായ കാവിമാരെ കൊണ്ട് മഹാന്മാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചോ. ഹാഫിളീങ്ങളെ കൊണ്ട് ആലിമീങ്ങളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചോ. വല്ലാത്ത ബറക്കത്തുണ്ട്. ഒന്നുമല്ലെങ്കിലും ഒരു 5 വഖത്തിലെ ദുആയിലും നിന്റെ സ്ഥാപനത്തിന് ആമീൻ കിട്ടില്ലേ പൊന്നുമോനെ? ഈ കപ്പിത്താൻ വിചാരിച്ചത് അങ്ങനെയാണ്. 2 മഹാന്മാര് ഫ്രീ ആയിട്ട് കപ്പലിൽ കയറ്റി. ആ കപ്പല് നടുക്കടലിൽ